ആറാം അധ്യായത്തിൽ 32, 33 തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ നമ്മുടെ വിചിന്തനത്തിനായി അല്പസമയം ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ആ വചനഭാഗങ്ങൾ ഇപ്രകാരമാണ്. യേശു അരുളി ചെയ്തു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോകുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടിയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം ഞാനിതാ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്നതുമായ ഒരു കാര്യമാണ് മറ്റുള്ളവരെ കീഴടക്കുക എന്നുള്ളത്, മറ്റുള്ളവരുടെ മേൽ വിജയിക്കുക, വിജയം ആഘോഷിക്കുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ വചനഭാഗം അത്യധികം ശ്രദ്ധയോടെ വായിക്കുകയും ധ്യാനിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ഈശോ ഈ ലോകത്തെ കീഴടക്കിയത് എന്ന്, എപ്രകാരമൊക്കെയാണ് കർത്താവ് ഈ ലോകത്തെ ജയിച്ച് അതിനെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കേണ്ടതും ധ്യാനിക്കേണ്ടതും അത്യാവശ്യമായ ഒരു ഘടകമാണ്. കാരണം നമ്മളെല്ലാവരും, വളരെയധികം ആളുകൾ ആഗ്രഹിക്കുന്നു വിജയത്തിനായിട്ടും ലോകത്തെ മറ്റുള്ളവരെ കീഴടക്കാനുമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ലോകത്തെ കീഴടക്കിയ ഒന്നാമത്തെ വിധം അത് വേദനിപ്പിച്ചുകൊണ്ടല്ല, വേദനിച്ചുകൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ തലം. കർത്താവ് ഈ ലോകത്തെ കീഴടക്കാൻ ഉപയോഗിച്ച ഒന്നാമത്തെ വിധമാണ് ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ടല്ല, സ്വയം വേദനകൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര ശക്തമായി പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും പേടിക്കേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് വേദനകൾ കിട്ടിയത്? ബന്ധുക്കൾ കർത്താവിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരിക്കൽ ഈശോ തന്നെ മനസ്സ് വേദനിച്ചുകൊണ്ട് എങ്ങനെ പറഞ്ഞത്, പ്രവാചകൻ സ്വന്തം ദേശത്തും ബന്ധുക്കളിടയിലും അല്ലാതെ മറ്റൊരു സ്ഥലത്തും അവമതിക്കപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ബന്ധുക്കളിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന് ഒക്കെ ഒത്തിരിയേറെ അവഗണനയും വേദനയും ഈശോയ്ക്ക് ലഭിച്ചു. എന്നാൽ കർത്താവ് അവരെ ആരെയും വേദനിപ്പിച്ചില്ല. ശിഷ്യന്മാരിൽ നിന്ന്, ശിഷ്യന്മാർ തള്ളിപ്പറയുകയും ശിഷ്യൻ തള്ളിക്കളയുകയും ഒറ്റുകൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോഴും കർത്താവ് ഒത്തിരിയേറെ വേദനിച്ചു. എന്നിട്ടും അവരെ ആരെയും ഈശോ വേദനിപ്പിച്ചില്ല. പട്ടാളക്കാർ അടിച്ചു, ഇടിച്ചു, തുപ്പി, ചവിട്ടി, എന്തൊക്കെ തരത്തിൽ വേദനിപ്പിക്കാമോ അതുപോലെയൊക്കെ ഈശോയെ വേദനിപ്പിച്ചു. ഒരാളെയും കർത്താവ് തിരിച്ചു വേദനിപ്പിച്ചില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഈശോ ഈ ലോകത്തെ കീഴടക്കിയ ഒന്നാമത്തെ വിധം ഇതാണ്. വേദനിപ്പിച്ചുകൊണ്ടല്ല, വേദനകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ലോകത്തെ കീഴടക്കിയത്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഇന്ന് ഞാൻ എങ്ങനെയാണ് ആരെങ്കിലും വിജയിക്കുന്നത്, ആരെങ്കിലും തോൽപ്പിക്കുന്നത്? എപ്രകാരമാണ് മറ്റുള്ളവരുടെ മേൽ ഞാൻ വിജയം ആഘോഷിക്കുന്നത്? ചിലപ്പോൾ അടിച്ചായിരിക്കും, ചിലപ്പോൾ വേദനിപ്പിച്ചായിരിക്കും, ചിലപ്പോൾ കരയിപ്പിച്ചുകൊണ്ടായിരിക്കും. കർത്താവ് കാണിച്ചു തരുന്ന വിധം വേദനിപ്പിച്ചുകൊണ്ടല്ല, വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാമെന്നാണ്. ഈ തത്വം ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം ആരെയും വേദനിപ്പിച്ചില്ല. സകല വേദനകളും സ്വന്തം ശരീരത്തിലും സ്വന്തം ജീവിതത്തിലും ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയ വിധം അധികാരിയായിക്കൊണ്ടല്ല, അധീനനായിക്കൊണ്ടാണ്. അധികാരിയായിക്കൊണ്ട് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയില്ല. നേരെ മറിച്ച്
എല്ലാത്തിൻ്റെയും അധീനനായിക്കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ അധികാരികളാകാൻ വിട്ട് ഈശോ സകല അധികാരവും വേണ്ടെന്ന് വെച്ച് അധീനനായിക്കൊണ്ടാണ് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈശോ എല്ലാ തരത്തിലും കഴിവുള്ള വ്യക്തിയായിരുന്നു. ഈശോയ്ക്ക് സാധ്യതകളുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു വലിയ സ്ഥാനത്തേക്ക് എത്താനായിട്ട്, അധികാര സ്ഥാനം കൈയടക്കാനായിട്ട്. അന്ന് കാലത്തെ ജനം മുഴുവൻ പ്രതീക്ഷിച്ചു, ഈ കർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തി ഈശോ ഇതാ വൈകാതെ തന്നെ ഈ രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ മുഴുവൻ അധികാരിയാകും എന്ന് വിചാരിച്ചു. അതുകൊണ്ടല്ലേ ഒരിക്കൽ സെബെദീപുത്രന്മാരുടെ അമ്മ തൻ്റെ 2 മക്കളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞത്, ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശവും അനുഗ്രഹവും എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നാൽ ഒരു കാര്യം ചെയ്തു. അധികാരിയായിക്കൊണ്ടല്ല, അധീനനായിക്കൊണ്ട് ഈ ലോകത്തെ കീഴടക്കാം എന്ന തന്ത്രവും എന്ന തത്വവും പഠിപ്പിച്ചു തന്നു. നമുക്കൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്, അധികാര സ്ഥാനത്തിരുന്നാലേ, അധികാരിയായാലേ അങ്ങനെ ലോകത്തെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇന്ന് അതിനു വേണ്ടിയിട്ട് ലോകത്തിലെ എപ്പോഴും ഇങ്ങോളം യുദ്ധങ്ങൾ നടക്കുന്നു, അസ്വസ്ഥത ഉണ്ടാകുന്നു, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ നടക്കുന്നു. അധികാര സ്ഥാനത്തിന് എന്നാലേ കീഴടക്കാൻ പറ്റൂ എന്ന ചിന്തയാണ്. എന്നാൽ കർത്താവ് അതീവ ഹൃദ്യമായ വിധത്തിൽ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നു, അധികാരിയായിക്കൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കില്ല, നേരെ മറിച്ച് അധീനനായിക്കൊണ്ട്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിന് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം തൻ്റെ അമ്മ ഈശോയെ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ. പരിശുദ്ധ മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദാസിയായി തീരാൻ സ്വയം നിന്നുകൊടുത്ത ഒരമ്മയുടെ മകനും ഇതുപോലെയല്ലാതെ പറയാൻ സാധിക്കില്ല. മകനും പറഞ്ഞു, മകനും ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു, ഒരു തരത്തിലുള്ള അധികാര സ്ഥാനങ്ങൾ കൈയാളാതെ എല്ലാ തരത്തിലും അധീനനായിക്കൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ ഒരിക്കൽ ജനങ്ങളൊക്കെ കൂടെ പിടിച്ച് ഈശോയെ രാജാവാക്കാനായിട്ട് പരിശ്രമിച്ചു. ഉടനെ ഈശോ അവരെ സമൂഹത്തിൽ നിന്ന് സാവകാശം നടന്നു മറയുകയാണ് ചെയ്തത്. രാജാവായി ഓശാന വിളികൾ ഉതിർത്തുകൊണ്ട് വന്ന ജനക്കൂട്ടത്തിലേക്ക് കർത്താവ് ചെന്നത് ഒരു രാജാവിൻ്റെ പരിവേഷത്തോടെയല്ല, ഒരു അടിമയുടെയോ അധീനൻ്റെയോ വെറും ഒരു തൊഴിലാളിയുടെ പരിവേഷത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് കുതിരപ്പുറത്ത് കയറുന്നതിന് പകരം കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തത്. കഴുതയുടെ പുറത്ത് വയ്ക്കുന്നത് എന്നതാ ഭാണ്ഡക്കെട്ടുകളാണ്, അഴുക്ക് കെട്ടുകളാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതുകൊണ്ട് കുതിരയല്ല തിരഞ്ഞെടുത്തത്, അത് രാജാക്കന്മാർ ഉപയോഗിക്കുന്നതാണ്. ഈശോ കഴുതയെ തിരഞ്ഞെടുത്തു. അങ്ങനെ എല്ലാ തരത്തിലും കർത്താവിത അധികാരിയായിക്കൊണ്ടല്ല, അധീനനായിക്കൊണ്ടാണ് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുന്നതെന്ന് പഠിപ്പിച്ചു തന്നു. നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ ചരിത്രം. അദ്ദേഹം ജർമ്മനിയുടെ മാത്രം അധികാരിയാകാനല്ല ആഗ്രഹിച്ചത്, യൂറോപ്പിൻ്റെയും ലോകം മുഴുവൻ്റെയും അധികാരിയായി തീരാനായിട്ട് മോഹിച്ചിട്ട് സകലരെയും കൊന്നൊടുക്കി കീഴടക്കാൻ പരിശ്രമിച്ചു. ദാരുണമായ അന്ത്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും ദാരുണമായ വിധത്തിൽ ആ മനുഷ്യൻ യാത്രയായി മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഈ ലോകത്തിലെ പോൾ പോട്ടുണ്ടായിരുന്നു. അദ്ദേഹം 7 ലക്ഷം പേരെ കൊന്നൊടുക്കി അധികാര സ്ഥാനത്തിരുന്ന് എല്ലാവരെയും കീഴടക്കാൻ പരിശ്രമിച്ച് അങ്ങനെ വിജയിക്കാമെന്ന് കരുതി. ദാരുണമായി അദ്ദേഹവും മരിച്ചു. എന്നാൽ ഇവിടെ ഇതാ കർത്താവ് യേശുമിശിഹ ഒരാളെയും കീഴടക്കിയില്ല, അതിനുവേണ്ടി കൊന്നില്ല, ഉപദ്രവിച്ചില്ല, അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടിയില്ല. എന്നാൽ അങ്ങനെ സകലരുടെയും കീഴിലായി അധീനനായി ജീവിച്ച ഈശോ ഇതാ ഉന്നത ശ്രേണിയിലെത്തി, അധികാരത്തിൻ്റെ ഉന്നത ഉത്തംഗ ശൃംഗങ്ങളിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ലോകത്തെ കീഴടക്കുന്നത് അധികാരിയായിക്കൊണ്ടല്ല, അധീനനായിക്കൊണ്ടാണ്. മൂന്നാമതായിട്ട് എങ്ങനെ ഈ ലോകത്തെ കീഴടക്കാമെന്ന് ഈശോ നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിപ്രകാരമാണ്, സുഖിച്ചുകൊണ്ടല്ല സഹിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുമെന്ന്. സുഖിച്ചുകൊണ്ട് സുഖശീതളമയിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധ്യമല്ല എന്നും സഹിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തെ കീഴടക്കാമെന്നും കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തന്നു. നോക്കണം, സ്വന്തം ശരീരത്തെ സഹിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ ഈ ലോകത്തെ ജയിച്ചു എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വിശപ്പ് തോന്നി, പക്ഷേ ഭക്ഷണം കഴിച്ചില്ല.
വിശക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത്. ഒരു വികാരം വന്നു, വികാരത്തിനനുസരിച്ച് എടുത്തു ചാടി പ്രവർത്തിച്ചില്ല, അതിനെ കീഴടക്കിക്കൊണ്ട് ഈ ലോകത്തെ കർത്താവ് കീഴടക്കി. 10 പേരുടെ മുന്നിൽ ആളാകാം എന്ന അവസരം വന്നപ്പോഴും കർത്താവ് ആ അവസരവും അതിനുവേണ്ടി ഉപയോഗിച്ചില്ല. ലോകത്തെ കീഴടക്കുന്നത് സഹിച്ചുകൊണ്ടാണ്, സുഖിച്ചുകൊണ്ടല്ല എന്ന് കർത്താവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ലോകാധികാരിയാകാനുള്ള വലിയ വിളി കിട്ടി, ഓഫർ കിട്ടി, അവസരം കിട്ടി. പിശാചെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓഫറും തള്ളിക്കളയുന്ന കർത്താവിനെ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 7-8 വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. സുഖശീതളമയിൽ ഈശോയ്ക്ക് ജീവിക്കാമായിരുന്നു, എന്നാൽ ഒരു പുതപ്പ് പോലും വേണ്ടെന്ന് വെച്ച് കർത്താവ് ജീവിച്ചു. സകല യാത്രാ സൗകര്യങ്ങളും ഈശോയ്ക്ക് ഉപയോഗിക്കാമായിരുന്നു, എന്നാൽ കാൽനടയല്ലാതെ മറ്റൊരു യാത്രയും വേണ്ട എന്ന് ഈശോ വെച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവേശമിശിഹായുടെ ജീവിതത്തിൽ സുഖിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് സഹനത്തിൻ്റെ വലിയ മലകൾ കയറി തന്നെ ഈ ലോകത്തെ കീഴടക്കുന്ന കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കർത്താവ് സഹിച്ചതിന് കണക്കില്ല. നമുക്കൊരു വിധത്തിൽ പറഞ്ഞാൽ അറിയാം, ആ ജനനത്തിൻ്റെ ആ നിമിഷം മുതൽ, കാലിത്തൊഴുത്തിൽ ജനിച്ച ആ നിമിഷം മുതൽ കാൽവരിയോളം ഈശോ തൻ്റെ ജീവിതത്തിൽ ഉടനീളം സഹിച്ചു. ഇത്രയേറെ സഹിച്ചിട്ടും ഒരാളെ പോലും സഹിപ്പിക്കുകയല്ല ചെയ്തത്. ഈശോ സുഖമന്വേഷിച്ച് ഓടുകയല്ല ചെയ്തത്. നേരെ മറിച്ച് സഹനങ്ങളുടെ മുന്നിൽ സന്തോഷത്തോടെ നിന്നുകൊടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഈശോയെ നമുക്കറിയാം. വിശുദ്ധ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചതിന് ശേഷം മുൾമുടി ധരിപ്പിക്കുന്നത് വലിയ സഹനത്തിൻ്റെ വേളയാണത്. കൂർത്തുമൂർത്ത മുൾമുടി കർത്താവിൻ്റെ ശിരസിൽ വെച്ച് അടിച്ചിറക്കുമ്പോഴും കർത്താവ് നിർനിമേഷനായി നിന്നുകൊടുത്തു. തല ചരിച്ചില്ല. ആ പട്ടാളക്കാർ തൻ്റെ തലയിൽ മുൾമുടി അടിച്ചിറക്കുന്നവരെ ശപിച്ചില്ല, കുറ്റം പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. കൈ കൊണ്ട് തട്ടാൻ നോക്കിയില്ല, ഒന്നും ചെയ്തില്ല. നിർനിമേഷനായി നിന്നുകൊടുത്തു. അപ്പോൾ പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഇത് നമ്മൾക്ക് തരുന്നത് പാഠം എന്നതാണ്? സുഖിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കില്ല എന്നും സഹിച്ചുകൊണ്ടാണ്, സഹനത്തിലൂടെയാണ് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുന്നതെന്നും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരികയാണ്. അതല്ലേ വിശുദ്ധ കൊച്ചുത്രേസ്യായും വിശുദ്ധ അൽഫോൻസാമായും ജീവിതത്തിൽ പകർത്തിയത്? സഹിച്ചു. സഹനങ്ങൾ ഉണ്ടാകുമ്പം ഇവരാരും പ്രാഗിയില്ല, പരാതി പറഞ്ഞില്ല, ദുഃഖിച്ചില്ല. സഹനത്തിലൂടെ ഈ ലോകത്തെ കീഴടക്കാമെന്ന കർത്താവിൻ്റെ തത്വവും ഈശോയുടെ പഠനവും ഇങ്ങനെയുള്ള വിശുദ്ധകൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അപ്പോൾ ഓർക്കണം പ്രിയമുള്ളവരെ, സുഖിച്ചുകൊണ്ടല്ല ഈ ലോകത്തെ കീഴടക്കാനോ ഈ ലോകത്തെ ജയിക്കാനോ എനിക്കോ നമുക്കോ സാധിക്കുന്നത്. നേരെ മറിച്ച് സഹിച്ചുകൊണ്ടാണ് അതിന് സാധിക്കുന്നത്. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. 4-മതായിട്ട് ഈശോ ഈ ലോകത്തെ കീഴടക്കിയ ഒരു വിധമുണ്ട്. അത് പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടല്ല, പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത്. എത്രയോ അധികം സമയങ്ങളിലും സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് കർത്താവിന് വിവിധങ്ങളായ പ്രലോഭനങ്ങളുണ്ടായത്. എന്നാൽ അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ ഒരിക്കൽ പോലും വീണു പോകാതെ, ഒരു പ്രാവശ്യം പോലും പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടു പോകാതെ സദാസമയവും പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കർത്താവ് ഈ ലോകത്തെ കീഴടക്കി എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കണം. ആരിൽ നിന്നൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായതെന്ന് ഓർക്കണം. ഇതാ, ആദ്യം പിശാചിൽ നിന്ന്. ആ മരുഭൂമിയിലെ പരീക്ഷയിൽ നമുക്ക് കാണാം, പിശാച് ഈശോയെ പ്രലോഭിപ്പിച്ചു. ഒന്ന് പറഞ്ഞു കല്ലിനോട് അപ്പമാക്, പിന്നെ പറഞ്ഞു ആ ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടിക്കോ, മൂന്നാമത് പറഞ്ഞു ഈ ലോകത്തിൻ്റെ മഹത്വമൊക്കെ ഞാൻ തരാം, എന്നെ കുമ്പിട്ട് ആരാധിച്ചു. ഇങ്ങനെ പിശാചിൽ നിന്നും ശക്തമായ പ്രലോഭനം, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും വീഴ്ത്താൻ തക്ക പ്രലോഭനങ്ങളുമായിട്ടാണ് പിശാച് വന്നത്. പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടല്ല, പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈശോ ഈ ലോകത്തെ കീഴടക്കിയെന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയാണ്. പത്രോസിൽ നിന്ന് കൂടെ താമസിച്ച 3 വർഷം
ഉണ്ടും ഉറങ്ങിയും പ്രസംഗങ്ങൾ കേട്ടും അത്ഭുതങ്ങൾ കണ്ടും ഈശോയുടെ കൂടെ ജീവിച്ച പത്രോസിൽ നിന്നും പ്രലോഭനം ഉണ്ടായി. അതുകൊണ്ട് പത്രോസ് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. ഈശോ പറഞ്ഞില്ലേ, ഇതാ മനുഷ്യപുത്രനെ അവർ അധികാരികൾ, നിയമജ്ഞർ ഇവർ പിടിക്കും, അടിക്കും, ഇടിക്കും, അവസാനം കൊല്ലും, കുഴിച്ചിടും. ഇതൊക്കെ പറഞ്ഞപ്പം പത്രോസ് ഈശോയെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവെ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. ശക്തമായ ഒരു പ്രലോഭനം. കാരണം എന്തേ? സ്വന്തം ശിഷ്യനിൽ നിന്ന് തന്നെ, ഏറ്റവും അടുത്ത വ്യക്തിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പം ഒരുവിധം പറഞ്ഞാൽ നമ്മളെല്ലാവരും വീണുപോകും. പക്ഷേ കർത്താവിന് അവിടെ സൗഹൃദമല്ല പ്രധാനപ്പെട്ടത്, ഈശോയ്ക്ക് അവിടെ ഒരു വ്യക്തിയല്ല പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പത്രോസിനെ ഈശോ വിളിച്ചു, സാത്താനെ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്, എന്നിൽ നിന്നും മാറിപ്പോണമെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിശാചിൽ നിന്ന് പ്രലോഭനം ഉണ്ടായി. തൻ്റെ രക്തവും മാംസവും എന്ന വിധത്തിൽ തൻ്റെ കൂടെ നിർത്തി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, എല്ലാ കാര്യത്തിലും കൂടെ കൊണ്ടു നടന്ന ശിഷ്യനിൽ നിന്നും പ്രലോഭനം ഉണ്ടായി. അതിനെയും ഈശോ അതിജീവിച്ചു. ജനങ്ങളിൽ നിന്ന് പ്രലോഭനം ഉണ്ടായി. ജനം പറഞ്ഞു, നീ രാജാവാണ്, നിന്നെ ഞങ്ങൾ രാജാവാക്കാം. എല്ലാവരും കൂടെ ആർത്ത് ഉല്ലസിച്ച് ആർത്തലച്ച് ജയ് വിളിച്ചു, രാജാവ്, രാജാവ് എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളിൽ നിന്നും ശക്തമായ സമ്മർദ്ദവും പ്രലോഭനവും ഉണ്ടായി രാജാവാകാനായിട്ടുള്ളത്. അതിനെയും ഈശോ അതിജീവിച്ചു. അധികാരികളിൽ നിന്ന് പ്രലോഭനം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ പീലാത്തോസ് ചോദിച്ചു, നിന്നെ ഉപദ്രവിക്കാനോ ക്രൂശിക്കാനോ ചാട്ടോണ്ടടിക്കാനോ ഇനി ഇതൊന്നും ചെയ്യാതെ വിട്ടയക്കാനോ ഉള്ള അധികാരം എനിക്കുണ്ട്. ആ കാര്യം നീ ഓർക്കണം, എന്നോട് സത്യം പറയാമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അധികാരികളിൽ നിന്നും ശക്തമായ വിധത്തിലുള്ള പ്രലോഭനത്തെ കർത്താവിന് നേരിടേണ്ടി വന്നു. എന്നാൽ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടല്ല, പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ കീഴടക്കാൻ പറ്റുന്നതെന്ന് അവിടെയും കർത്താവ് തെളിയിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത വിധം ഈശോ ഈ ലോകത്തെ കീഴടക്കിയ അഞ്ചാമത്തെ വിധം, അത് സ്വീകരിച്ചുകൊണ്ടല്ല, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ കീഴടക്കാൻ പറ്റുന്നതെന്ന് ഈശോ പഠിപ്പിച്ചു തന്നു. ഇത് ഞാനും നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു തത്വമാണ്. എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും ഒക്കെ സ്വീകരിച്ചുകൊണ്ടല്ല, എല്ലാം ഉള്ളതുപോലും കൊടുത്തുകൊണ്ടാണ്, ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ കീഴടക്കാൻ പറ്റുന്നതെന്ന്. നമ്മൾക്കറിയാം, ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ധാരാളം പണം മറ്റ് വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നു കള്ളപ്പണമായിട്ട്. ഇതൊക്കെ ഭാരതത്തിന് ലഭിക്കേണ്ടതും ഭാരതീയ ജനതയ്ക്ക് ഉപയോഗിക്കേണ്ടതുമായിരുന്നു. ചില വ്യക്തികൾ കള്ളപ്പണമായിട്ട് സ്വരൂപിച്ച് ഒക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 5, 10, 100, 1000, 10,000 പേര് കള്ളപ്പണം ഉണ്ടാക്കി ഭാരതത്തിൻ്റെ, രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് മുഴുവൻ സ്വകാര്യ സ്വത്തായിട്ട് എടുത്തു വെച്ച് അങ്ങനെ വിദേശങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പം ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ എല്ലാം സ്വരൂപിക്കുമ്പോഴാണ്, എല്ലാം സ്വീകരിക്കുമ്പോഴാണ് വിജയിക്കുന്നതെന്ന് കർത്താവ് പഠിപ്പിച്ചു തന്നു. ഒന്നും സ്വീകരിക്കാതെ എല്ലാം കൊടുത്തുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുമെന്ന്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ 21 വർഷത്തെ സേവനത്തിന് ശേഷം തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ചാക്ക് കണക്കിന് സ്വർണ്ണമുണ്ടായിരുന്നു. ലോറിയിൽ കൊള്ളാത്തത്ര കൂടുതൽ സമ്മാനങ്ങളുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു. ഒരു ചില്ലി കാശോ ഒരു ചെറിയ സ്വർണത്തിൻ്റെ ഒരു പൊട്ടോ പോലും എടുക്കാതെ എല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു പോന്നു. സ്വീകരിച്ചുകൊണ്ടല്ല, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ കീഴടക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവ് പഠിപ്പിച്ചു തരുന്നു എങ്ങനെ ഈ ലോകത്തെ കീഴടക്കാമെന്ന്. ആരുടെയെങ്കിലും ജീവൻ എടുത്തുകൊണ്ടല്ല, ജീവൻ കൊടുത്തുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ പറ്റുമെന്ന് കർത്താവ് കുരിശിലെ മരണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് കർത്താവ് പഠിപ്പിച്ചും കാണിച്ചും തരുന്ന വിധമാണ് ഈ ലോകത്തെ കീഴടക്കാൻ. ആരെയും വെറുത്തുകൊണ്ടല്ല, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കും. ആരെയും വെറുത്തുകൊണ്ടല്ല, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചു തന്നു.
ഈശോ അതുകൊണ്ട് ആ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അങ്ങനെ വേദനിപ്പിച്ചവരെ, ദ്രോഹിച്ചവരെ, അടിച്ചവരെ, കുരിശിൽ തറച്ചവരെ, വെറുത്തവരെ എല്ലാവരെയും കർത്താവ് സ്നേഹിച്ച് ഈ ലോകത്തെ കീഴടക്കി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കും ഈ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകത്തെ കീഴടക്കാൻ, ലോകത്തെ ജയിക്കാനുള്ള ഉപാധി മന്ത്രം കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ വിധത്തിൽ ഈ ലോകത്തെ